ചിലയിടങ്ങളിൽ KSEBയുടെ മീറ്റർ ദാ ഈ കാണുന്ന വിധം വിടവിനിടയിലായിരിക്കും. അപ്പോൾ നമുക്കതിൻ്റെ റീഡിങ് കാണുവാൻ അല്പം ബുദ്ധിമുട്ടാണ്. അല്പം മങ്ങിയ കാലാവസ്ഥ കൂടെയാണെങ്കിൽ തീരെ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. മൊബൈൽ ഉപയോഗിച്ച് വീഡിയോ എടുത്താണ് അതിൻ്റെ റീഡിങ് എടുത്തത്. മഴയുള്ള സമയത്ത് KSEB മീറ്റർ റീഡിങ് എടുക്കൽ അല്പം ബുദ്ധിമുട്ടാണ് കേട്ടോ. പോകുന്ന വഴികളിൽ തെന്നിക്കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ടാകും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകും. മഴയുള്ളപ്പോൾ മിക്കവാറും നടന്ന് മാത്രമാണ് റീഡിങ് എടുക്കുക. വണ്ടി എടുക്കുന്നത് അപൂർവമാണ്. മഴയാണ് എന്ന് കരുതി റീഡിങ് എടുക്കാതിരിക്കാൻ പറ്റുകയൊന്നുമില്ല കേട്ടോ. ബില്ലിംഗ് എഫിഷ്യൻസി എന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. അത് ഞായറാഴ്ച ഉൾപ്പെടെ റീഡിങ് എടുത്താലാണ് ഞങ്ങൾക്ക് കൃത്യമായി കിട്ടാൻ സാധ്യതയുള്ളൂ. ബില്ലിംഗ് എഫിഷ്യൻസിയെ പറ്റി മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം. ചില മീറ്ററുകൾ ദാ ഈ കാണുന്ന വിധമായിരിക്കും ഇരിക്കുക. ഇത് മഴയുള്ള സന്ദർഭങ്ങളിൽ റീഡിംഗ് എടുക്കുക നല്ല ബുദ്ധിമുട്ടാണ്. ഈ കാണുന്ന PDA മെഷീൻ്റെ ഉത്തരവാദിത്വവും മീറ്റർ റീഡർക്കാണ്. PDA മെഷീൻ നനയാതിരിക്കാൻ പരമാവധി മീറ്റർ റീഡർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ രീതിയിൽ മെഷീൻ പിടിച്ചാണ് PDA മെഷീൻ നനയാതെ സൂക്ഷിക്കുന്നത്. നമ്മുടെ വണ്ടി എന്തായാലും ദാ റോഡ് സൈഡിൽ അവിടെ ഇരിക്കുന്നുണ്ട്. മഴയായതുകൊണ്ട് വീഡിയോ എടുക്കൽ അല്പം ബുദ്ധിമുട്ടാണ്. ഇനി റീഡിങ് എടുക്കേണ്ടത് ദാ കാണുന്ന വീട്ടിലാണ്. ഇങ്ങനെ പടി കയറി ചെല്ലുന്നത് മാത്രമല്ല കേട്ടോ, വണ്ടി കയറി ചെല്ലാൻ പാകത്തിന് മറ്റൊരു വഴി കൂടെ ഈ വീട്ടിലേക്ക്. മെഷീൻ നനയാതെ ഇട്ട് വയ്ക്കാൻ ഇങ്ങനെ ഒരു ബാഗ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാ മഴക്കാലത്തും ഇതുപോലെ ഓരോ കോൺക്രീറ്റ് വഴികളിലുള്ള തെന്നിവീഴ്ച പതിവുള്ളതാണ്. എന്തായാലും ഈ മഴക്കാലത്ത് വീഴില്ലെന്ന് ഉറപ്പിച്ച് അതീവ സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് നടപ്പ്. നമ്മൾ വീഴുന്നൊപ്പം PDA മെഷീൻ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വവും മീറ്റർ റീഡർക്ക് തന്നെയാണ്. മഴയില്ലായിരുന്നുവെങ്കിൽ ഈ വഴിയിലൂടെ നമുക്ക് 2 വീലറിന് റീഡിംഗ് എടുക്കാമായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ. ഫോളോ ചെയ്താൽ ഇത്തരത്തിലുള്ള കണ്ടൻറ്റുകളായിരിക്കും ലഭിക്കുക.